ആ ടാക്സി ചോദിച്ചില്ല? വാ ടാക്സി. സോ നമ്മളിന്ന് പുറത്ത് പോവാണ്. ഒരു ടാക്സി കിട്ടിയിട്ടുണ്ട്. We are going to Al-Bahia Mall. Nadish, ഞങ്ങൾക്ക് വീക്കെൻഡാണ്, പുറത്തെവിടെയും പോകാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ മാളിൽ പോയി ജസ്റ്റ് ഷോപ്പിംഗ് ചെയ്ത് ഫുഡൊക്കെ അടിച്ച് വരാനുള്ള പരിപാടിയാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇതാണ് സിറ്റി സെൻറ്റർ അൽസാഹിയ. നമുക്കറിയില്ല ഇതെന്താ ചെയ്യാൻ പോകുന്നത്, ഇങ്ങനത്തെ പരിപാടിയൊന്നും. പോയി നോക്കി ലഞ്ച് കഴിക്കണം, എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കണം. പറഞ്ഞു രാവിലെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, ഫുഡ് കോർട്ടിൽ പോവാ. ഒരു മിനിറ്റ്. ഹായ് നാദീഷ്. അപ്പം നമ്മൾ എവിടെക്കാ പോകുന്നത്? ഫുഡ് കോർട്ടിൽ. Guys, look at the car. പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്തതുകൊണ്ട് ഫിലിം കണ്ടാലോ എന്നൊരു ആലോചന ഉണ്ട്. നമ്മൾ തപ്പാണ് നമ്മുടെ വൈറ്റ് മാച്ചിൽ എന്തെങ്കിലും ഫിലിംസ് ഉണ്ടോ കേട്ടോ, നോക്കട്ടെ. എന്നിട്ട് വേണം തീരുമാനിക്കാനായിട്ട്. സോ നമ്മൾ ഫിലിം കാണാനുള്ള പ്ലാൻ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. എനിക്കിഷ്ടപ്പെട്ട മൂവിയൊന്നും കിട്ടിയിട്ടില്ല. ആദ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് അത്, പക്ഷെ നമ്മളത് തൽക്കാലം കാണുന്നില്ല. വേറെ എന്തെങ്കിലും പരിപാടി നോക്കാം പോലെ. അടുത്ത ഫിലിം അത് 340 340 ആയിട്ടില്ല. നമ്മൾ കുറേ നേരം പിന്നെ വെറുതെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, നീ ഉദ്ദേശിച്ച ഫുഡ് കോർട്ട് ഇതല്ലെങ്കിൽ നേരെ നടക്കും, നേരെ പോ. താഴത്ത് പറയ്. അറിയാല്ലേ പറയുന്നത് ഫുള്ള് മണ്ടത്തരാത്. ആ അത് നടക്ക്. ഫുള്ള് അറബികളാണ്. എനിക്ക് അതിന്റെ സിനിമ ആ സിനിമ പുതിയതാണ്. നേഷ 2 ഇംഗ്ലീഷ് യൂട്യൂബിൽ വരുമ്പോ കണ്ടോട്ടാ. അത് യൂട്യൂബിൽ റിലീസ് ആവൂല, വരില്ല. യൂട്യൂബിൽ വരില്ല. പിന്നെ എങ്ങനെയാ കാണുക? ഷോർട്സ് മാത്രമേ ഉള്ളൂ. നോക്കാം. കോട്ട ലക്ഷ്യമിട്ട് നടന്നതാണ് ഞങ്ങൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താ കഴിക്കണ്ടേ തീരുമാനിച്ചോ? എന്താ? ഫ്രൈഡ് ചിക്കൻ. ഫൈനലി ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ തീരുമാനിച്ചു ഞങ്ങള്. KFC വേണോ, ചിക്കിങ് വേണോ, അൽബൈക്ക് വേണോ? ഓക്കെ, KFCയിൽ എത്തിയിട്ടുണ്ട്. വാ, ലെറ്റ്സ് ഓർഡർ. ചിക്കൻ ബക്കറ്റ് വലിയ ക്വാണ്ടിറ്റി അത്ര വേണ്ട, ഉണ്ടാണല്ലോ.
അപ്പോൾ ഞങ്ങളൊന്ന് ഡിസൈഡ് ചെയ്യട്ടെ കേട്ടോ, ഏതാണെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഡിസൈഡ് ചെയ്ത് ഓർഡർ ചെയ്തിട്ട് ചെയ്യാം. സിമ്പിളായിട്ട് പേയ്മെൻറ്റ് ചെയ്തു. 4 പ്ലസ് 3 7. അപ്പോൾ 3 + 3 6. ഇപ്പോൾ ഫുൾ ടൈമിന് ആദിശ് ഇങ്ങനെ മാത്സ് കാൽക്കുലേഷനാണ്. മമ്മ തിരക്കിട്ട് വിളിക്കും. വന്നൊക്കെ പറയാം 11 × 2 എത്ര മമ്മ? കണക്ക് കൂട്ടിയാണ് ഇത്ര. ഫുൾ ടൈം മാത്സ് ആണ് ആദിശ് അല്ലേ? എന്താ കയ്യിൽ? എന്തിനാ? ബോറടിക്കും. ഒറ്റയ്ക്ക് എങ്ങനെ കളിക്കാം? എനിക്ക് ഇതൊക്കെ ഇതിങ്ങനെ വെക്കും. എന്നിട്ട് ഇങ്ങനല്ല കളിക്കുക. പിന്നെ കളിക്കുന്നു, ചോട്ടുന്നു. ഒന്ന് ഇതിലൊക്കെ 3 4. 4 + 4 8. ഇനി എന്താ നെക്സ്റ്റ്? മക്ക് ഇല്ല. എന്തില്ല? അപ്പം കിട്ടി. ഞാൻ ലോക്കണ്ട അടുത്ത് ഞാൻ വെച്ച് മമ്മക്ക് ഇനി നീയാക്കണ്ടേ? അയ്യടാ. എന്ത് കളിയാന്നൊക്കെ അറിയില്ല കേട്ടോ. ആകെ 8 കാർഡുണ്ട്. അവൻ 222. അപ്പം ഞാൻ വെക്കേണ്ടത് 330 വെച്ചു. അപ്പം എനിക്കത് കിട്ടും. 220 300. സോ ഐ കിട്ടും. ഈ കിട്ടും. ഞാൻ വെക്കണ്ടല്ലേ? ഇതാ സ്റ്റേജ് 2. വെക്കടാ. നിക്ക്. എടുക്കാൻ പറ്റില്ല. ഇതെന്ത് കളി? കള്ളക്കളി. ഞാൻ ലോക്കുണ്ട്. ശരി അച്ചോ, ഇത് ഔട്ടിവിടെ തന്നൊക്കെ വീണ്ടും വെച്ച് തോറ്റാളം നോക്കട്ടെ. കളിക്കാൻ അറിയില്ലെങ്കിൽ കളിക്കാൻ വരരുത്. ഇതുകൊണ്ട് ഇങ്ങനെ നല്ല കളിക്കാം. ഇത് വേറെന്തോ കളിയാണ്. നമുക്ക് യൂനോ കാർഡ് കളിച്ച് വാങ്ങിച്ചോളാം. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ കളിക്കുന്നത് കേട്ടോ. ഇത് കുറേ കാർഡ് വാങ്ങിയിട്ട് കളിക്കാൻ അറിയില്ല. തന്നെ പറ്റിച്ചതാണ് അവര്. എന്താണ് എന്തിൻ്റെ? 45. ഇതിലെന്റെ ഫേവറേറ്റ് ഏതാണെന്നറിയോ? ഇതിലേതെന്റെ ഫേവറേറ്റ് അറിയോ? നിന്റെ ഫേവറേറ്റ് ആണ് ഷാർജാർ. ഇതല്ലേ ഇപ്പോൾ കൂടുതൽ സ്കോറുള്ള സാധനം? 330. 330 സ്റ്റേജ് 2 ആണ്. അതും നല്ല പവർഫുള്ളാണ്. പവർഫുള്ളാ? രക്ഷിക്കാൻ വരുമോ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാ? ഇത് ശരിക്കുള്ളതല്ല.
മാളിലേക്ക് ഹാങ് ഔട്ട് ചെയ്യാൻ വന്നതാണ് ഞങ്ങൾ. പുറത്തെവിടെയും പോകാൻ പറ്റില്ല, കാരണം അത്ര അധികം ചൂടാണ്. 40 ഡിഗ്രിയൊക്കെ ഉണ്ടാവാൻ നല്ല സാധ്യതയുണ്ട്. എന്നിട്ട് ഞങ്ങൾ എന്താ ചെയ്യുന്നത്? വിശപ്പ് മുഖ്യം. എനിക്ക് വിശക്കണമെന്നില്ല, ഇപ്പം എനിക്കാ വിശക്കണം. ഇല്ല, അതെനിക്ക് വിശക്കണില്ലേ? പിന്നീട് അപ്പം എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ലിപ്സ്റ്റിക്കും ഡ്രസ്സും? ഷെയ്ഡ് നല്ല കറക്റ്റ് മാച്ചിങ് ഇല്ലേ? ഇതിപ്പോൾ കാണിച്ചു തരാൻ കാരണം ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ലിപ്സ്റ്റിക്കൊക്കെ ചിലപ്പോൾ പോവും. ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഇത്ര നേരം ഈ ലിപ്സ്റ്റിക്ക് ഇട്ട പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ നിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ട പോലെ തോന്നണില്ല. ഷെയ്ഡ്സ് വെച്ചോ? രസമല്ലേ ഷെയ്ഡ്സ്? എന്താ എന്തിങ്ങനെ ഇരിക്കുന്നത്? ക്യൂട്ടല്ലേ നാദിശി? ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒറ്റയ്ക്ക് ഇറങ്ങിയതാ. ഹസ്ബൻഡ് ഭയങ്കര തിരക്കുള്ള ആൾക്കാരാ അല്ലേ? ഈ സൺഡേ എപ്പോഴും ഡ്യൂട്ടി ഇല്ല, പക്ഷേ ഡ്യൂട്ടിക്ക് പോകും. ഭയങ്കര ആത്മാർത്ഥത കുറച്ച് കൂടുതലല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞങ്ങളെ വ്ളോഗ് കണ്ട് ബോറടിക്കരുത് കേട്ടോ. എന്ത് കിട്ടാൻ അതിശയം കാണിച്ചോണ്ടിരിക്കുന്നത്? പക്ഷെ നല്ല ക്യൂട്ടുണ്ട് കേട്ടോ. ക്യൂട്ട്നെസ് ആണോടാ? നോ. നമുക്കിന്ന് നോക്കേണ്ടത് മമ്മയുടെ പോലത്തെ ഒരു പിങ്ക് ഷർട്ട് വേണം. നമ്മ ഒരു ബ്ലൂ ഷർട്ട് എടുത്തിട്ടുണ്ട്, അതുപോലത്തെ ഒരു ബ്ലൂ ഷർട്ട് കിട്ടണം. ഇത് രണ്ടും കിട്ടിയാൽ അത് ശിലക്കി. എന്ത് പിങ്ക് ഷർട്ടും ബ്ലൂ ഷർട്ടാ? ബ്ലൂ ഷർട്ട്, ബ്ലൂ വേറെ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിൽ മാച്ച് ആക്കിയിട്ട് നമ്മൾ കുറേ ആയി ഇപ്പോൾ മാച്ചായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടല്ലേ? അപ്പോൾ മാച്ചുള്ളത് കിട്ടുമെന്ന് പറയാം. ബോറടിച്ചിട്ടാണ് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. 45 ആണ് നമുക്ക് കിട്ടിയ നമ്പർ. അപ്പം അതിൽ ഞങ്ങളുടെ നമ്പർ മാത്രം കാണിക്കുന്നില്ല സ്ക്രീനിൽ. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. Surprise! That was a surprise. അവിടെ അത്രയും വലിയ കോള വാങ്ങിച്ചു. എനിക്ക് ചുമണ്ട്, മറന്നിട്ടാ വാങ്ങിച്ചത് ഞാനിത്. സീനാവോ? ചെറുത് വലുത് ചെറുതുണ്ട്. KFCയുടെ കോൾഫ്ലോ സത്യത്തിലും ടേസ്റ്റ് ഇല്ല. ചിക്കനാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റാണ്. തുറക്കാൻ പറ്റൂലേ സാധനം? അപ്പോൾ ഇനി നമ്മൾ കഴിച്ചിട്ട് വരാം. ഓക്കെ, ബൈ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫുഡ് കഴിച്ച് തിരിച്ചു വന്നു. അടുത്തിട് വേറെ ബോൾ ഇട്ടടാ.
അതിന്റെ പുറത്തുള്ളത്. ഞാനെങ്ങനെ റെഡ് ടൈപ്പിൽ ഇവന് ഷർട്ട് നോക്കാൻ വേണ്ടി കയറിയിട്ടാ. ആദ്യം ഞാൻ കാണിച്ചാൽ എന്താ ചെയ്യുന്നത് ഗൈസ്. എന്താ എൻ്റെ പ്രശ്നം? ഇതിപ്പോ എവിടെ കിട്ടിയത്? അതവിടെ ഇട്ടോട്ടാ. നടക്ക് നോക്കടാ, ഷർട്ട് നോക്കടാ, മാച്ചാക്കി ഉണ്ടോ നമുക്ക്? എക്സ്പ്രഷൻ നോക്ക്. അരെ തൂ ദുഷ്മൻ. വരുന്നില്ല ഗൈസ്. അപ്പം ഞാനൊന്ന് തപ്പി, എനിക്കും കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി വേറെ വല്ല ഷോപ്പിലും കയറേണ്ടി വരും. ഇടോ, പോവാ എനിക്ക് ആദിഷ് അതോടൊക്കെ Look at him. ഒന്ന് വേഗം വരും തേവ് ചെയ്തിട്ട്. കിട്ടില്ല, സന്തോഷമായില്ല. ഇതെങ്ങനെയാ നീ ഒന്ന് കോപ്പറേറ്റ് ചെയ്യുന്നില്ലല്ലോ. അവിടെ കൊണ്ട് കുഴിച്ചിട്ട പോലെ ഇരിക്കല്ലേ. നടക്ക്, വേറെ ഷോപ്പിൽ കയറി ഇറങ്ങാം. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നെക്സ്റ്റ് ഷോപ്പ് എവിടെയാണുള്ളത്? ഇങ്ങോ. ഓക്കെ, എന്തത്? ഞങ്ങളിപ്പോൾ സെൻറ്റർ പോയിന്റിൽ കറങ്ങി കുറേ തിരഞ്ഞു, ഒന്നുമേ കിട്ടിയില്ല. എന്താണെന്നറിയില്ല, ഇവർക്ക് ഭാഗ്യമില്ലാവുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടാത്തതുകൊണ്ടാട്ടോ. അതിനായിട്ട് ഇറങ്ങിയതാണല്ലോ. ഈ കിട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വേറൊരു പണിയില്ല. അപ്പം ഇതൊരു പണിയാക്കി ഇറങ്ങിയതാണ് അല്ലേ? എന്തൊരു വിഷമം നിനക്ക്? വൈ നടക്കുന്നു, എങ്ങോട്ടൊന്നുമില്ലാതെ നടക്കുന്നു. ബോറടിക്കുന്നതിന് ആദിശില് നേരം വെളുത്ത് വീട്ടിലിരുന്നപ്പോൾ ബോറടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയത്. പുറത്തിറങ്ങിയപ്പോൾ ബോറടിക്കണമെന്ന് പറഞ്ഞു. ഇനി ഇവരെ ഞാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം പിന്നെ ഞാൻ? വല്ല പൊട്ട കിണറ്റിന് കൊണ്ടിട്ടാലോ? മാക്സിൽ നോക്കിയോട്ടോ. മാക്സിലുണ്ടാവും. നോക്കണ്ടേ? എനിക്ക് വേറെ പണിയൊന്നുമില്ല, ഞാനല്ല വീട്ടിക്ക്. നമുക്ക് തരയാടാ. ഇതാദ്യം പറഞ്ഞൂടായിരുന്നാ? പിന്നെ ഇറങ്ങൂലായിരുന്നല്ലോ. എന്നാ പിന്നെ വീട്ടിലേക്ക് ഓർഡർ ചെയ്താ പോരായിരുന്നാ? സ്പ്രേയുടെ പെർഫ്യൂമിന്റെ കളർ. മാക്സ് നോക്കട്ടെ. മാക്സ് തിരഞ്ഞു കണ്ടുപിടിച്ച്. മാക്സ് ഡ്രസ്സിന്റെ സ്റ്റോറ്. സൈക്കോ മാക്സ് എവിടെ? ഓക്കെ, ഞങ്ങൾ ഇനി അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ച് മാക്സിൽ കയറണം. നോക്കട്ടെ. ഞങ്ങൾ വേറൊരു ടോയ് ഷോപ്പിൽ കയറി ഡ്രസ്സ് ഞങ്ങൾ എടുത്തിട്ടാ. പക്ഷെ ഡ്രസ്സ് എടുക്കുന്ന ബ്ലോഗ് എടുത്തില്ല. കാരണം ഞങ്ങൾ രണ്ടുപേരും ചെറുതായിട്ടൊന്ന് വഴക്കിട്ടു. ഇല്ലേ? ഉണ്ട്. അപ്പോൾ അതില്ല. അപ്പോൾ ഞങ്ങൾ ടോയ് വാങ്ങിക്കാൻ വന്നിട്ടുണ്ട്. നോക്കാം, എടുക്കാം.
അത് റേറ്റ് നോക്ക്. 35 dirhams. 35.90. അപ്പോ അതിനുള്ള ഇല്ലല്ലേ. ഇതുകൊണ്ട് എനിക്ക് കളിക്കാൻ പറ്റില്ലല്ലോ, നീ ബേബി ഒന്നല്ലല്ലോ, കുറച്ച് വലുതായില്ലേ. കിടന്നുറങ്ങാനാ? ഓ ഓ ഓ ടോയ് വാങ്ങിക്കുന്നത് ഫുൾ ടൈം ഐപാഡിൽ എന്തിനു ടോയ് ആണ് സംഭവം. And it's dessert time. It was so tasty. നമ്മളിപ്പോ എവിടെയുള്ളത്? അങ്ങനെ ഞങ്ങൾ ഫിനിഷിംഗ് സ്റ്റേജിലാണ്. എല്ലാം കഴിഞ്ഞു. സൂപ്പറായിട്ടാ. അപ്പോൾ ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്തോ, അത് സൂപ്പറായിട്ടോ. ഓക്കെ, എന്തിട്ട് പണിയെടുത്തിരുന്നല്ലോ. എന്തിട്ട് ചെയ്തിരുന്നേ? വെറുതെ ഇങ്ങനെ നടക്ക. എപ്പൊ തുടങ്ങിയ നടത്താം നമ്മള്? 2 മണിക്കോ? രാവിലെ 2 o'clock until 5. 6 I think. 6 o'clock. It's all about sunset. ഒരു മിനിറ്റ്. അതുവരെ ഞങ്ങള് ഓടി നടന്നു, കഴിച്ചു, മേടിച്ചു, എല്ലാതും ചെയ്തു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിർത്താൻ പോവുകയാണ്. ബൈ ഗൈസ്.